പാലക്കാട് ജില്ലാ ചുമട്ട് മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ യുവ നേതൃശിബിരം നടത്തി. കേരളത്തിലെ ചുമട്ടുതൊഴിലാളികളുടെ ദുരവസ്ഥയ്ക്ക് കാരണം ഇടതു സർക്കാരെന്ന BMS. നോക്കുകൂലി പോലെ ഇല്ലാ കഥകൾ പറഞ്ഞ കേരളത്തിലെ പാവപ്പെട്ട ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ പൂർണ്ണമായും മുതലാളിമാരുടെ കാൽച്ചുവട്ടിൽ അടിയറവ് വെക്കുന്ന നയം തിരുത്തണമെന്നും 1978 ചുമട്ടുതൊഴിലാളി നിയമം തൊഴിലാളികൾക്ക് അനുകൂലമായി ഭേദഗതി വരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചുമട്ടുതൊഴിലാളികളുടെ മിനിമം പെൻഷൻ 5000 രൂപയാക്കുക, തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക, പദ്ധതി പ്രദേശത്ത് അറ്റാച്ച് കാർഡ് നൽകുന്നത് നിർത്തലാക്കണമെന്നും ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി C. ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഇനി കേന്ദ്രമാണെങ്കിൽ പോലും കേന്ദ്രം ചെയ്യുന്ന ഏതെങ്കിലും വിരുദ്ധമായ കാര്യങ്ങൾ അത് തെറ്റ് തിരുത്താൻ വേണ്ടി അതിനെ പ്രാപ്തരാക്കാറുള്ള എന്താ BMSന്റെ ചുമതല നമുക്കറിയാം. പണ്ട് ഈ ദണ്ടുണ്ട് സന്യാസിമാരുടെ കയ്യിൽ, എന്ത് കണ്ടതിന് പറയാ, ധർമ്മദണ്ട്. എന്തിനാ സന്യാസിമാരെ ധർമ്മദണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ? ആരൊക്കെ പറയാൻ പറ്റുമോ? ഏതെങ്കിലും സന്യാസി വരുന്നത് രാജഗുരു എന്നാണ് അവർ പറയാ. രാജാവിന് ഏതെങ്കിലും രാജ്യം ഭരിക്കുന്ന രാജാവിന് ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മിക മൂല്യശോഷണം വന്നാൽ പൊതുജനത്തിന് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഭരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും മൂല്യശോഷണം വന്നാൽ ഈ രാജഗുരു ദണ്ട് വെച്ച് മണ്ടയ്ക്ക് 2 കൊട്ടുകൊട്ടും. അപ്പൊ രാജാവിനൊരു ബോധം വരുന്ന, അപ്പൊ രാജാവിന് നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് രാജഗുരു ഉള്ളത്. അതേ ഭാരതീയ സംസ്ഥാനത്തിന്റെ ചുമതലയും അതാണ്. പാലക്കാട് ടോപ്പ് ഇൻ ടൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ശിബിരത്തിൽ BMS സംസ്ഥാന സെക്രട്ടറി V. രാജേഷ്, ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിരാപുരം, ജനറൽ സെക്രട്ടറി R. ഹരിദാസ്, V. മണികണ്ഠൻ, S. പ്രദീപ്, M. ദണ്ഡപാണി തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ MB പ്രഭാത് തൊഴിലും തൊഴിൽ നിയമങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. UTV ന്യൂസ്, പാലക്കാട്.